എല്ലാവർക്കും ഗ്രേറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ 21-ാം തീയതിയാണ്. മാർച്ചിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു. തിങ്കളാഴ്ച അവധി, നാളെ വെള്ളിയാഴ്ച. പൊതുവേ വല്ലാത്തൊരു ഇറിറ്റേറ്റീവ് മാർക്കറ്റ്. ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് വന്നു, ആ ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിനും ചെയ്തില്ല. ഒരു ഫെയിൽഡ് ഓപ്ഷൻ മുകളിൽ തന്നു, അതും സസ്റ്റെയിൻ ചെയ്തില്ല. വല്ലാത്തൊരു മാർക്കറ്റായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് അടിച്ചു. ഇന്നലെ ഇന്നും നിഫ്റ്റി കുറേ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടുണ്ട്. സോ ഒരിക്കൽ കൂടി ക്രിറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് നോക്കേണ്ടത് ആദ്യം നമുക്ക് നമ്മുടെ മാർക്കറ്റിൻ്റെ ഇന്നത്തെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് എങ്ങനെയാണ് നിഫ്റ്റി, നമ്മളിപ്പോൾ നിഫ്റ്റിയുടെ ഈ വാട്ടർ ഫ്ലോ, നിഫ്റ്റിയുടെ നമ്മുടെ ഇന്നത്തെ ചാർട്ടാണ്. നമ്മൾ ഇന്നലെ വരച്ചത് പ്രകാരം നമ്മുടെ ഇന്നലത്തെ POC എത്രയായിരുന്നു? 21,907 POC. അതിന് മുകളിലോട്ടാണെങ്കിൽ നമ്മൾ പറഞ്ഞത് 21,990, 22,050, 22,113. താഴോട്ട് നമ്മുടെ പഴയ ലെവൽസായ 21,814, 773, 731 ആൻഡ് 689. ഇന്ന് മാർക്കറ്റ് ഇന്നലത്തെ അമേരിക്കൻ ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം വേൾഡിലെ US മാർക്കറ്റെല്ലാം വളരെയധികം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരികയും എല്ലാം നല്ല ഗ്യാപ്പ് ഓപ്പണിംഗ് തന്നു. നമ്മുടെ മാർക്കറ്റ് നല്ല ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നു. ഏകദേശം 22,050-70 റേഞ്ചിലാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. ഈ ലെവലിലാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്തതിന് ശേഷം ബി പീരീഡ് തന്നെ നിഫ്റ്റി ഏകദേശം എവിടം വരെ പോയി? 22,150 വരെ പോയി. ഉച്ചയ്ക്ക് ശേഷം ഒറ്റയടിക്ക് അടിച്ച് ആ ഓപ്പണിംഗ് ലെവലിൽ താഴെ വന്ന് തിരിച്ച് വീണ്ടും കയറി പോവുകയും ചെയ്തു. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി വല്ലാത്തൊരു മാർക്കറ്റായിരുന്നു. ഓപ്പണിങ്ങിൽ കുറച്ച് വോളിയം കണ്ടു. ആ വോളിയം വന്ന എല്ലാ ആൾക്കാരെയും സ്റ്റോപ്പ് ലോസ് ഹിറ്റാക്കി താഴെ ഇറക്കി, അവിടുന്ന് കൊണ്ട് വീണ്ടും കൊണ്ട് കയറ്റി. പൊതുവേ ഇത് ഇന്ന് മോർണിംഗിൽ നമുക്ക് നല്ലൊരു 11 മണിക്കകത്ത് 2 ട്രേഡ് നല്ലത് കിട്ടി. ഉച്ചയ്ക്ക് ശേഷം ഒരു ട്രേഡ് ഫെയിൽഡ് ഓപ്ഷൻ വന്നു. ഏകദേശം ഇവിടെ വന്ന് 149 ഫെയിൽഡ് ഓപ്ഷൻ ഇവിടെ വെച്ച് കൺഫേം ആയിട്ട് അവ എന്ത് ചെയ്തു? ആ ഫെയിൽഡ് ഓപ്ഷൻ തരാതെ തിരിച്ച് കയറി ഓൾമോസ്റ്റ് ഹൈ അടുപ്പിച്ച് വീണ്ടും ക്ലോസ് ചെയ്തു. അപ്പോൾ പൊതുവേ പറഞ്ഞാൽ 2 തരത്തിൽ ആൾക്കാർക്ക് പണി കിട്ടിയെന്ന്, ബയേഴ്സിനും സെല്ലേഴ്സിനും പണി കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ഓവറാൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ കയ്യിലായിരുന്നു എന്ന് മാർക്കറ്റ് വേണമെങ്കിൽ പറയാം. എന്നാൽ മോർണിംഗ് സെഷൻ വന്ന് ഓപ്ഷൻ ബയേഴ്സിൻ്റെ കയ്യിൽ ഇരുന്നിട്ടുണ്ട്. കാരണം നമുക്കിന്ന് മോർണിംഗിൽ 2 നല്ല ട്രേഡ് കിട്ടിയായിരുന്നു. ആ 2 നല്ല ട്രേഡ്, ഒന്ന് നമ്മുടെ ഓർഡർ ഫ്ലോയുടെ A പീരീഡ് സെറ്റപ്പ് വെച്ചും, രണ്ടാമത്തത് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ആ ഒരു സെറ്റപ്പ് വെച്ച് 2 ട്രേഡ് നമുക്ക് കിട്ടിയായിരുന്നു. പക്ഷേ നല്ല ട്രേഡായിരുന്നു. ആ 2 ട്രേഡ് നല്ല രീതിയിൽ വർക്കൗട്ട് ആവുകയും ചെയ്തു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഒരു ഫെയിൽഡ് ഓപ്ഷൻ ഒരു ട്രേഡ് വന്നു. അതൊരു പ്രോബബിൾ ട്രേഡായിരുന്നു, കൺഫേമായി എടുത്തു. പക്ഷേ അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിപ്പോയി. പൊതുവേ ഓവറോൾ ഗ്രീൻ എംഡിയുമായിരുന്നു ഇന്നത്തെ നമ്മുടെ റൂമിലുള്ള അവസ്ഥ. സോ നമുക്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ അനാലിസിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം. അപ്പോൾ എങ്ങനെ നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തു, എന്ത് തരം പ്രൊഫൈലാണ്, നമുക്കിതൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം. സോ ഇത് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ വല്ലാത്തൊരു ബെൽ ഷേപ്പ്ഡ് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ്. 2, അതായത് BQ ആദ്യത്തെ 1 മണിക്കൂറിന് മുകളിലെ ഹൈയിൽ ഒരൊറ്റ ടിക്ക് വന്നു. Dയിൽ 149 അടിച്ചു. തിരിച്ച് അതേപോലെ Gയിലും Fയിലും താഴെ അടിച്ചു. എന്നിട്ട് എവിടെ ക്ലോസ് ചെയ്തു? ഓൾമോസ്റ്റ് 22,115 അവിടെ ലാസ്റ്റ് ടിക്ക് വന്നു. ആവറേജ് ക്ലോസിങ് 100 അടുപ്പിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ലാസ്റ്റ് ടിക്ക് വന്നേക്കുന്നത് 115-ലാണ്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് ന്യൂട്രൽ പ്രൊഫൈലാണ് നിഫ്റ്റി. ഇന്നലെ നിഫ്റ്റി ഓൾമോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയാം, ഇന്നലെ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ന്യൂട്രലായിരുന്നു, പ്രൊഫൈലായിരുന്നു. ആദ്യത്തെ 1 മണിക്കൂറിൻ്റെ ഹൈയും ലോയും ബ്രേക്ക് ചെയ്ത് നടുക്ക് വന്ന് ക്ലോസ് ചെയ്തു. ഇന്ന് അതേപോലെ ആദ്യത്തെ 1 മണിക്കൂറിൻ്റെ ഹൈയും ലോയും ബ്രേക്ക് ചെയ്ത് നടുക്കിന് മുകളിൽ കുറച്ച് ഏകദേശം ഇന്നലെ പഴയ ഒരു വിർജിൻ POCയുടെ ആ ഭാഗത്താണ് ടിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രൊഫൈൽ ഇപ്പോൾ ഒരു കാര്യത്തിൽ പറയാം, 2 ദിവസമായി നിഫ്റ്റി ബാക്ക് ടു ബാക്ക് ന്യൂട്രൽ ഡേ ആണ്. ന്യൂട്രൽ ഡേ അടുപ്പിച്ചടുപ്പിച്ച് വരികയാണെങ്കിൽ 2 പാർട്ടീസ് അതിൽ ആക്റ്റീവാണെന്ന് നടത്താം. ഐ എം എക്സ്പെക്റ്റിംഗ് ഞാനൊരു ട്രെൻഡ് ഡേ ഉടനെ വരുന്നു. ചിലപ്പോൾ നാളെ വരാനും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ വരുന്ന ഈ ഒരു 2-3 ദിവസത്തിനകത്ത് ഒരു ട്രെൻഡ് ഡേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഈ മാർക്കറ്റിൽ. സോ നമുക്ക് ആ ട്രെൻഡ് ഡേയുടെ വ്യൂ എങ്ങനെ നോക്കാം. നമ്മുടെ ഇന്നത്തെ POC വിവാപ്പ് ഏകദേശം വന്നിരിക്കുന്നത് 22,086 സോ 22,087. ഇപ്പോൾ 22,087 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ 22,165. അതിന് മുകളിൽ സെക്കൻഡറി ലെവലായ പഴയ ഇന്നത്തെ POC 14-ാം തീയതി മാർച്ചിലെ POC ആയ 22,260 വരാം. സോ ഒരു ലെവൽ നമ്മൾ നോക്കി. അതിനുശേഷം അടുത്ത നമ്മൾ നോക്കേണ്ടത് ഇന്നിപ്പോൾ നിഫ്റ്റി 22,086 താഴെ നിൽക്കുന്നിടത്തോളം കാലം ഈ 22,023 ഒരു സപ്പോർട്ടായിട്ട് ആക്റ്റീവ്, ഇന്നത്തെ ആ ലോയുടെ ആ ഭാഗം ഒരു സപ്പോർട്ടായിട്ട് ആക്റ്റീവ് ചെയ്യുകയും, അതിന് താഴെ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു സിംഗിൾ പ്രിൻ്റ് കണ്ടോ, ഇപ്പോഴും അത് അൺഫിനിഷ്ഡ് ഓപ്ഷനായി കിടക്കുകയാണ് 21,993.
ഈ 21,993 താഴെ ഈ 21,936 അതിന് താഴെ ഇന്നലത്തെ POC ആയ 907 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഒന്നും കൂടെ നമ്മളെ ലെവലൊന്ന് പഠിക്കാം. എന്താണ്, നമുക്ക് ആ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലൊന്ന് നോക്കി വയ്ക്കാമോ? അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇപ്പം നമുക്ക് ആ ചാർട്ട് ഞാൻ വരയ്ക്കുകയാണ്, നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ. അപ്പോൾ നമ്മൾ ഈ ഡിലീറ്റ് ചെയ്യും. ഇന്നത്തെ POC എത്രയാണ്? നമ്മൾ ആ POC എടുത്ത് ഇന്നത്തെ POC ആയ 22,870 കൊണ്ടുവച്ചു. ഓക്കെ, ഈ 870 വെച്ചു. ഇനി അതിന് മുകളിൽ ഫസ്റ്റ് വരുന്ന ടാർഗറ്റ് 22,149 ഇന്നത്തെ ഹൈ. അത് ഞാൻ ഇന്നത്തെ ഹൈ എന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ അവിടെ ഒരു സെല്ലിങ് നമുക്ക് നോക്കണം. അത് കഴിഞ്ഞ് അടുത്ത വരാൻ പോകുന്ന ലെവലെന്ന് പറയുകയാണെങ്കിൽ 22,001. ഈ എന്നത്തെ ഈ ഹൈ ഉണ്ടല്ലോ 186, ഈ PO ഇത് 188. അതിന് മുകളിൽ അടുത്ത വരുന്ന ലെവലാണ് 22,260, പഴയ POC ആയ ഈ 260. നമുക്ക് ഈ കഥക്കെ ഒന്ന് കറുപ്പ് വെച്ച് മാറ്റണം. ഞാൻ ഇതിപ്പം തക്കാലത്തേക്ക് ഇത് വരച്ച് കാണിക്കുകയാണ്. സോ ഇതിനെ ഞാൻ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി കറുപ്പാക്കി മാറ്റാം. ഇതിനെ ഞാൻ കറുപ്പാക്കി ഒന്ന് മാറ്റട്ടെ. ഈ ലെവലിനെയും ഈ ലെവലിനെ നമുക്ക് കറുപ്പാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ ഈ 3 ലെവൽ നമുക്ക് മുകളിലത്തെ ലെവലുമാക്കി. ഇനി നമുക്ക് അടുത്ത് നോക്കണം, ഈ കണ്ട കാര്യങ്ങൾ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. കാരണം നമുക്ക് അതിൻ്റെ ആവശ്യകത ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ നമുക്കിനി സപ്പോർട്ടിനെ വേണം മുകളിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എത്രയാണ് നമ്മൾ പറഞ്ഞു? 22,020 ഇന്നത്തെ ലോ. ആ ലോ ഫസ്റ്റ് സപ്പോർട്ടാണ് 1. അത് കഴിഞ്ഞാൽ അടുത്തത് നമ്മളെ ഈ 21,990 ഈ 990 ഈ ലെവൽ സപ്പോർട്ടാണ്. അതിനുശേഷം അടുത്തത് 21,940 നമ്മുടെ ഈ 940 എന്ന് പറഞ്ഞ ആ ലെവൽ ഒരു സപ്പോർട്ടാണ്. ഈ നമ്മൾ ആക്ടിവേറ്റ് 940 നമ്മൾ 940 നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. അതിന് മുകളിൽ അടുത്ത് നമ്മുടെ എന്താണ് ഈ 21,907 പറഞ്ഞ ഇന്നലത്തെ POC ആയ അത് ഒരു സപ്പോർട്ടായിട്ട് മാർക്ക്. അപ്പം നമ്മൾ ഈ ലെവലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചല്ലോ. ഒരിക്കൽ കൂടി പറയാം, 22,087 ഇന്നത്തെ POC, അതിന് മുകളിൽ 22,150, 22,190, 22,260. അതിന് താഴെ സപ്പോർട്ടായ 22,2020, അത് കഴിഞ്ഞ് 21,990, അതിന് താഴെ 21,940, അതിന് താഴെ ഇന്നലത്തെ POC ആയ 21,908. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയിൽ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, നിഫ്റ്റിയിൽ ഇന്നലെ ഇന്നും ട്രെൻഡ് ഡേ അല്ല. ഇന്നലെ ഇന്നും എന്താണ്, മാർക്കറ്റ് വോളിയം ഉണ്ടെങ്കിൽ പോലും ഇന്നലെയും ന്യൂട്രൽ ഡേ ആണ്, ഇന്നും ന്യൂട്രൽ ഡേ ആണ്. സോ ബാക്ക് ടു ബാക്ക് 2 ന്യൂട്രൽ ഡേ വന്നതുകൊണ്ട് ഇനിയുള്ളൊരു 3 ദിവസത്തിനകത്ത് ഞാനൊരു ട്രെൻഡ് ഡേ പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ നാളെ വരാനും ചാൻസ് കൂടുതലാണ്. നാളെ ഫ്രൈഡേ ആയതും കൊണ്ട് തിങ്കളാഴ്ച അവധിയും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് വേണമെങ്കിൽ ആ ഒരു റാലി തരാൻ പറ്റുമെങ്കിൽ നാളെ ആയിരിക്കണം ഏറ്റവും കൂടുതൽ അതിന് പറ്റിയ ഒരു അവസരം. പക്ഷേ അതെല്ലാം നമുക്ക് മോർണിംഗിലുള്ള വോളിയം കണ്ടിട്ട് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ ഇന്നലെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ വ്യക്തമായി ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. എന്താണ് ബാങ്ക് നിഫ്റ്റിയിൽ ഞാനത് കുറച്ചും കൂടെ കാര്യം പറയുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിൽ 46ൻ്റെ 46,660, അതായത് ഇന്നലെ വ്യക്തമായി പറഞ്ഞു, ഈ 46,664 മുകളിൽ മാത്രമേ ഞാൻ ബൈയെ കണ്ടുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഇന്ന് ബാങ്ക് നിഫ്റ്റി അടിച്ച് ഇറങ്ങി വരികയും ആ ഭാഗത്തൊരു സിംഗിൾ പ്രിൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കണ്ടോ ബാങ്ക് നിഫ്റ്റി? സോ സ്വാഭാവികമായിട്ട് മാറ്റും. ബാങ്ക് നിഫ്റ്റിയിൽ ആ 46,664 ഒരു ഡിമാൻഡ് സോണായിട്ട് വർക്ക് ചെയ്യും. ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ പ്രൊഫൈലാണ്. ആദ്യത്തെ 1 മണിക്കൂറിന് ശേഷം ഒരു ബ്രേക്ക് ഡൗൺ വന്നെങ്കിൽ പോലും ഓൾമോസ്റ്റ് POCയിൽ അവിടത്താണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോർമൽ പ്രൊഫൈലാണ്. സ്റ്റിൽ 4740ക്ക് സെല്ലേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ട്. അതിന് മുകളിൽ അവൻ ക്ലോസ് ചെയ്തിട്ടില്ല. അതിന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും ആ സെല്ലേഴ്സിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് അത് താഴേന്ന് ക്ലോസ് ചെയ്തിരിക്കണം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ 46,815 ഇന്നത്തെ POC. ഈ 46,815 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 47,040 ടെസ്റ്റ് ചെയ്യും. ഈ POCക്ക് ഇപ്പോഴും അത് വിർജിൻ POC അല്ലെങ്കിൽ പോലും ഈ POCക്ക് ഒരു ഡിമാൻഡ് ഉണ്ട്. എന്താണ്, അവിടെ നിന്നാണ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഡിമാൻഡ് വയ്ക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല, വച്ചേ പറ്റൂ. കാരണം അവിടെ സെല്ലിംഗ് പ്രഷറുണ്ട്. അപ്പോൾ 47,040, അതിന് മുകളിൽ 47,242, അതിന് മുകളിൽ 47,565 വരാം. സോ മുകളിലേക്കുള്ള ലെവൽസ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഓർത്ത് വെച്ചു. ഇനി താഴോട്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്ന് സിംഗിൾ പ്രിൻ്റ് എടുത്ത ഏരിയയായ 46,665 അത് ഡിമാൻഡ് സോണായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. അതിന് താഴെ ഇന്നലത്തെ POC ആയ 46,410. അതൊരു HVN ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ POC എടുത്താൽ 46,410. ഈ 46,410 താഴെ ഈ ഒരു HVN ലെവലായ 46,266, അതിന് താഴെ നമ്മുടെ
പഴയ POC, ഞാനത് വിർജിൻ POC അല്ലെങ്കിൽ പോലും ആ ഡിമാൻഡ് എടുത്ത് ഇന്നലെ കയറിപ്പോയ ഏരിയയാണ്. അപ്പോൾ 46,27 ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ട്രേഡും ഇന്നലെ ന്യൂട്രൽ ഡേ ആയിരുന്നു, ഇന്ന് നോർമൽ ഡേ ആണ്. സോ ഇന്ന് ഓൾമോസ്റ്റ് ബാലൻസ് എന്ന് വേണമെങ്കിൽ പറയാം. തിക്ക് പ്രൊഫൈലാണെങ്കിൽ പോലും നിഫ്റ്റിയെ പോലെ ബാലൻസ് അല്ലെങ്കിൽ പോലും ലോങ് ആയിട്ടുള്ളൊരു പ്രൊഫൈലുണ്ട്. എയും ബിയും നോക്കുമ്പോൾ IB വളരെ ലോങ് ആയിരുന്നെങ്കിൽ പോലും ഇന്നത്തെ ഒരു പ്രീവിയസ് ഡേയിലെ 46,665 ഡിമാൻഡ് ഞാൻ കണ്ടു. അപ്പം നമുക്ക് നാളെ നോക്കേണ്ടത് എന്താണ്, നാളത്തെ ഒരു ട്രെൻഡിങ് എങ്ങനെയായിരിക്കും. നാളെ മാർക്കറ്റിൻ്റെ വച്ച് തിങ്കളാഴ്ച അവധിയായി ഉണ്ട്. നമ്മളെ നാളെ ഫ്രൈഡേ ആണ്. അപ്പോൾ നാളെ ഷോർട്ട് കവറിങ്ങിന് ചാൻസ് കൂടുതലാണ്. എങ്ങനെയാണ്, നാളെ ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നാളെ ഒരു ഷോർട്ട് കവറിങ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരിക്കൽ കൂടി നിങ്ങൾ ഈ ലെവലൊന്ന് നിങ്ങൾ ഈ മാർക്കറ്റ് പ്രൊഫൈൽ ലെവൽ വെച്ച് മാർക്ക് ചെയ്യുക. ബാങ്ക് നിഫ്റ്റിയിൽ മാർക്കറ്റ് പ്രൊഫൈൽ പകരം നോർമൽ ഡേയും നിഫ്റ്റിയിൽ മാർക്കറ്റ് പ്രൊഫൈൽ പകരം ന്യൂട്രൽ ഡേ ആണ്. ഇന്നലെ നിഫ്റ്റി ന്യൂട്രൽ ഡേ ആണ്. ബാക്ക് ടു ബാക്ക് 2 ന്യൂട്രൽ ഡേയ്സ് ആണ്. ന്യൂട്രൽ ഡേയ്സ് ഫോളോഡ് ബൈ ട്രെൻഡ് ഡേ ഓർ എ ബാലൻസ് ഡേ. സോ ബാലൻസ് ഇന്ന് നിഫ്റ്റി ഏകദേശം നിഫ്റ്റി ആ ഒരു ഡിപ്പിന് ശേഷം നിഫ്റ്റി നല്ലൊരു ബാലൻസ് തന്നു. ഏകദേശം 2.5 മണിക്കൂർ 3 മണിക്കൂറോളം 22,5090 ആ ഒരു റേഞ്ച് തന്നെ കടന്ന് കളിച്ചു. നാളെ ഒരു ഗട്ട് ഫീലിംഗ് ആണ് എനിക്ക്. നാളെ ഒരു ട്രെൻഡ് ഡേ വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് എനിക്കൊരു ഗട്ട് ഫീലിംഗ് കാണുന്നുണ്ട്. പക്ഷേ അതിനൊരു ക്രൈറ്റീരിയ നമ്മുടെ മനസ്സിൽ വേണം. ഇന്നത്തെ ഹൈ അവനൊന്ന് ബ്രേക്ക് ചെയ്യണം. പിന്നെ നിഫ്റ്റിയിൽ വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളത് പറഞ്ഞുതരാം. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്ന് മോർണിംഗിൽ ഒരു 22,020 ഒരു ലോ വന്നു. ഇൻ കേസ് നിഫ്റ്റി നാളെ ഈ 22,148 മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു മൾട്ടി ഡേ FA വരും ഈ ലെവലിൽ. ഏതാണ് ഈ മൾട്ടി ഡേ FA ഈ ലെവലിൽ വരികയും അവൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 22,020 + 221 ഏകദേശം 22,241 ടാർഗറ്റും അവനുണ്ട്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ ലോ നാളെ ഒരു മൾട്ടി ഡേ ഫെയിൽഡ് ഓപ്ഷനായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. എത്രയ്ക്ക് മുകളിൽ ഓപ്പൺ ചെയ്താൽ 22,140 ഇന്നത്തെ ഹൈ ആയ 22,147 മുകളിൽ ഓപ്പൺ ചെയ്യണം. 148 വെച്ചോ. അപ്പം അതിന് മുകളിൽ നാളെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് വരികയാണെങ്കിൽ ഇന്ന് വന്ന നിഫ്റ്റിയുടെ ലോ മൾട്ടി ഡേ FA ആയിട്ട് മാറും. അതൊരു ഡിമാൻഡ് സോണായിട്ട് കൺസിഡർ ചെയ്യുകയും അതിൻ്റെ ടാർഗറ്റ് 22,241 വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ ലെവൽസ് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങളെ സപ്പോർട്ടും ചെയ്യുക. ലൈക്കും കമൻറ്റുമാണ് നിങ്ങളുടെ ലൈക്കും കമൻറ്റുമാണ് ഞങ്ങളുടെ സപ്പോർട്ട്. ഒരിക്കൽ കൂടി ഞങ്ങൾ ഈ വീഡിയോ കണ്ടതിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വീഡിയോയിൽ നിന്ന് ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ.